ഇനി നമ്മുടെ പാട്ടിൻ്റെ പടയൊരുക്കത്തിൽ ആരാ പാടാനെത്തുന്നത്? ഞാൻ വിളിക്കട്ടെ? വിളിച്ചോട്ടെ? ഫൈസ് പാടാം. എന്താ അവിടെ സൂര്യകുട്ടിക്ക് ഒരു വിഷമം പോലെ? എനിക്ക് പാടണമെന്നുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും ഞാൻ ഫൈസിനെ വിളിച്ചു പോയില്ലോ. ഫൈസ് പാടിയിട്ട് അടുത്തത് ഞാൻ സൂര്യ വിളിക്കാം. ഓക്കെ ഫൈസ് കമാ. ഫൈസ് ചേച്ചി എവിടുന്നാ വരുന്നത് ഫൈസ്? ഞാൻ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ഒറവമ്പുറം എന്ന സ്ഥലത്ത്. ഓക്കെ, എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ പെരിന്തൽമണ്ണ അൽഷിഫ കോളേജ് ഓഫ് ഫാർമസിയിൽ B.Pharm ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ 14ാം രാവിലെ 5 സ്റ്റാറിൽ ഒരാളാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് സോങ്ങാണ് പാടുന്നത്? മെലഡി ആണോ ഫാസ്റ്റ് ആണോ? ഞാൻ മെലഡിയാണ് പാടുന്നത് അല്ലേ? മെലഡി പാടാനാണോ ഇഷ്ടം, ഫാസ്റ്റ് പാടാനാണോ ഇഷ്ടം? ഫാസ്റ്റ് പാടാനാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ മെലഡി പാടുന്നത് അല്ലേ? നമ്മുടെ ഇവിടെ 2 റൗണ്ട്സ് ആണ് നമുക്കുള്ളത്, അറിയാലോ അല്ലേ? 2 പാട്ടുകൾ, അതിൽ ഒരെണ്ണം മെലഡിയും ഒരെണ്ണം ഫാസ്റ്റും. അപ്പോൾ ഫാസ്റ്റ് നമ്മൾ നെക്സ്റ്റ് സോങ്ങിലേക്ക് മാറ്റി വെച്ചിരിക്കുക, മെലഡി ഇപ്പോൾ പാടാം അല്ലേ? ഇത് ആരെ സെലക്ട് ചെയ്ത് തന്നെ? എൻ്റെ മാപ്പിളപ്പാട്ട് പഠിപ്പിക്കണ അനീഫ മുടിക്കോടും പിന്നെ സംഗീതം പഠിപ്പിക്കണ നിസാർ മാഷും രണ്ടാളും ചേർന്ന് സെലക്ട് ചെയ്ത് തന്നു അല്ലേ? ഇപ്പോൾ ഒക്കെ വലിപ്പം കൊണ്ടൊക്കെ വലിയ ആളാണ്, പക്ഷേ ഇതിൻ്റെയൊക്കെ വളരെ കൊച്ചുകുട്ടി, നമ്മുടെ ആ ചെറിയ കുട്ടികളൊക്കെ പ്രായത്തിൽ ഫായിസൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് CD-യിലൊക്കെ. അപ്പം അന്നൊക്കെ ഫായിസ് നല്ല പെർഫോമറായിരുന്നു. നമ്മുടെ 14ാം രാവിലെ ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ മോൻ ആദ്യമായിട്ട് വരികയല്ലേ, അപ്പോൾ ആ ഒരു ആ ചെറുപ്പത്തിൽ ഫായിസിൻ്റെ പാട്ട് കേട്ട പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരുപാട് ആൾ കേട്ട് കാണും. ആ പ്രതീക്ഷ തെറ്റിക്കരുത്. അപ്പോൾ നന്നായിട്ട് പാടുക കേട്ടോ. ഓക്കെ താങ്ക് യു ഫൈസൽ സർ. ഫൈസേ, അപ്പോൾ ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ തിരുത്വാഹ റസൂലിനെ പ്രണയിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് പാടുക. ഓക്കെ, 5 സ്റ്റാറിൽ 1 സ്റ്റാർ ആവണം. ശ്രമിക്കാം. ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞ് പോയി വിഷാദത്തിൻ ഈശ്വര മൂളെ കരള് പൊട്ടി. എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി, എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി.
മലർമേനി മണത്തിൻ്റെ കൊതി തീർന്നില്ല തിരുത്വാകരസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ തിരീശത്താൻ മനം നീറി കരഞ്ഞു പാടി ഒളിശംസും ഇരുളിൻ്റെ ലിബാസിൽ മൂടി ഒളിശംസും ഇരുളിൻ്റെ ലിബാസിൽ മൂടി തിരുത്വാകരസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ല കിളി വിങ്ങി വിതുമ്പി പാടി പ്രേമ തിരീശത്താൻ മനം നീറി കരഞ്ഞു പാടി ഈശക്കിൻ്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞ് പോയി വിഷാദത്തിൻ ഈശ്വരമൂളെ കരള് പൊട്ടി എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി എൻ്റെ വ്യഥ ചൊല്ലാൻ ഇനിയാര് ഉലകിൽ ബാക്കി. ഫൈസ് ചേച്ചി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പാട്ട്. Thank you. നല്ല എന്താ പറയാ, ആ ഫീൽ ഉൾക്കൊണ്ട് പാടിയതായിട്ട് തോന്നി. ഫൈസിന് എന്ത് തോന്നി പാടി കഴിഞ്ഞപ്പം? കുഴപ്പമില്ല പാടി. കുഴപ്പമില്ല. ഇതിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തപ്പോൾ പാടിയായിരുന്നോ? ആ പ്രാക്ടീസ് ചെയ്തിനു, ഉഷാറായി ചെയ്തിനു. ഉഷാറായി ചെയ്തു. അതുപോലെ ഇവിടെ പാടാൻ പറ്റി? ആ പാടാൻ പറ്റിയതാണ് എൻ്റെ ഒരു തോന്നിയത്. അപ്പം എന്തായാലും ഇനി നമ്മുടെ ജഡ്ജസിന് എന്താ തോന്നിയെന്ന് ചോദിച്ചു നോക്കാം. ഷൻസ് ഫൈസേ, കുഴപ്പമില്ലാതെ പാടിയത് ഇങ്ങനെയാണെങ്കിൽ അപ്പം അടിപൊളിയായി പാടി എങ്ങനെ ഉണ്ടാവും? ഓഹോ, താങ്ക് യു. മോനെ അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സാർ. സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. സ്റ്റോക്ക് തീർന്നു പോയി. നന്നായിട്ട് മോൻ നല്ല ഫീലിൽ പാടി. എനിക്ക് ഞാൻ ഒന്നും എഴുതി വെച്ചില്ല. ആകെ പിന്നെ മോനെ എനിക്ക് ഏതോ ഒരു പോയിന്റിൽ മാത്രം എനിക്ക് തോന്നുന്നു അത് പല്ലവി റെപ്പറ്റീഷൻ വന്നപ്പോൾ ഹൈ പോയപ്പോൾ കുറച്ചൊന്ന് ഒരു സ്ട്രെയിൻ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അത് മോൻ ഇങ്ങനെ പിടിച്ച് പാടുന്നുണ്ട്. പക്ഷെ ബാക്കി അനുപല്ലവിയിലൊക്കെ പിന്നെ മോൻ തുറന്ന് പാടുന്നുണ്ട്. കഴിഞ്ഞ കണ്ടസ്റ്റൻറ്റിൽ ഒരാളുടെ ഒരു പ്രശ്നം അതായിരുന്നു, ഹൈസ് പോകുമ്പോഴൊക്കെ പിടിച്ചാണ് പാടുക. തുറന്ന് പാടാൻ പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയാണ് ആൾ പോയത്. പക്ഷെ മോൻ അത് അനുപല്ലവിയിലും ചരണത്തിലൊക്കെ തുറന്ന് പാടുന്നുമുണ്ട്. ഇത് ഒരു പല്ലവിയിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ശബ്ദത്തെ അങ്ങ് ലൂസ് ചെയ്യുക, അങ്ങ് വിടുക. ഓക്കെ, അങ്ങ് തുറന്ന് പാടുക. എന്തായാലും ഇത് എനിക്കൊന്നും പറയാനൊന്നുമില്ല. താങ്ക് യു സാർ. താങ്ക് യു ഷാൻസർ. സിബില മാം. ഫൈസ് ചേച്ചി എനിക്ക് ഒറ്റ വാക്കിലേ പറയാനുള്ളൂ, സൂപ്പർ. താങ്ക് യു മാം. സൂപ്പറായി പാടി. താങ്ക് യു. മോൻ എത്ര പാട്ട് പാടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്? ഒരു 10-70 പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു. 70 പാട്ട്.
വാ ഭയങ്കര അതിന് ഭയങ്കര കയ്യടി കൊടുത്ത് 70 പാട്ട് ഈ ചെറിയ വയസ്സിൽ പാടാൻ കഴിയുക നല്ലൊരു എക്സ്പീരിയൻസ് അല്ല അത്. മോൻ നല്ല കഴിവുണ്ട്. ഒന്ന് അപാര റേഞ്ച്, ഭയങ്കര റേഞ്ച്, സംഗതി, ഫീൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മോൻ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ബേസിലേക്ക് വരുന്ന നോട്ട് കുറച്ചുകൂടെ പാടി പ്രാക്ടീസ് ചെയ്യണം. ചില പാട്ടുകൾക്ക് ഈ ബേസും കൂടെ നമുക്ക് ആവശ്യമുള്ള, അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ മോന് നന്നായിട്ട് പാടാൻ സാധിക്കും. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു സിബില മാം. ഫൈസൽ സർ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടെടുത്തു, ഞാൻ സമ്മതിച്ചു. താങ്ക് യു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാൻ ഈ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട്, റാഫി തുവൂര് പാടിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇപ്പോഴേ ഞാൻ ആ പാട്ടൊക്കെ കേട്ട സമയത്ത് പോലും ഞാൻ ഇതിൻ്റെ വരികളെക്കുറിച്ചൊന്നും അധികം ഇങ്ങനെ ആലോചിച്ചിരുന്നില്ല. കാരണം മോനിത് പാടുമ്പം വല്ലാത്തൊരു ഫീലാണ്. കാരണം ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചക തിരുമേനിയെക്കുറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. നബിയുടെ മരണത്തിൽ അല്ലെങ്കിൽ വഫാത്തിൽ നൊന്ത് കരയുന്ന ഒരു പ്രവാചക സ്നേഹത്തിൻ്റെ ഒരു അപാരമായ മൂടാണ് ഈ പാട്ടിൽ. പറയാണ് ഇപ്പോൾ സദാ ചിരി തൂകുന്ന നിലാവ് വിലപിക്കുകയാണ്, ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് വെളിച്ചം പകരേണ്ടത്. എത്ര മനോഹരമായി ഞാൻ ആലോചിക്കും. ഇതിപ്പോൾ എഴുതി വെച്ചുകൊണ്ട് കാര്യമല്ല, അതേപോലെ പാടുമ്പോഴാണ് അത് കൃത്യമായിട്ട്. അതുപോലെ നക്ഷത്രങ്ങൾ, താരഗണങ്ങളൊക്കെ വിലപിക്കുകയാണെന്നാണ് പറയുന്നത്. തെന്നൽ പറയുന്നത് ഞാൻ ഇനി ആരെ തഴുകും, ഈ നമുക്ക് വെളിച്ചം, ലോകത്ത് വെളിച്ചം നൽകുന്ന സൂര്യൻ, ഞാൻ ഇത് ഇരുട്ടിൻ്റെ വസ്ത്രമണിഞ്ഞു എന്നാണ് പറഞ്ഞത്. അത്ര മനോഹരമായ വരികളാണ് ഈ പാട്ടിൽ. പ്രവാചക സ്നേഹത്തിൻ്റെ മറ്റൊരു തലമാണിത്. ശരിക്കും ഇത് ഉൾക്കൊണ്ട് പാടുകയാണെങ്കിൽ, ഈ ഇപ്പോൾ വല്ലാത്ത തരത്തിൽ ഈ പാട്ട് ഉൾക്കൊള്ളുകയാണെങ്കിൽ നാം അറിയാതെ ഭക്തിയുടെ മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്നൊരു പാട്ടാണിത്. ഒരു തരം സൂഫിസമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പാട്ട് അത്രയും നല്ല വരികളാണ്. ഇതിന് മോൻ കൊടുത്ത ഫീലാണ് ഈ പാട്ടിന് ഒരു വല്ലാത്ത സൗന്ദര്യത്തിലേക്ക് നയിച്ചത്. താങ്ക് യു സർ. കേട്ടോ, കാരണം ഞാൻ ഓരോ വാക്കുകൾ മോനിങ്ങനെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആ ഇഷ്കിൻ്റെ ബഹറായ എന്നൊക്കെ പറയുമ്പോൾ, ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കടലെന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ പറഞ്ഞാൽ അതാവില്ല, ഇഷ്കിൻ്റെ ബഹറെന്ന് തന്നെ പറയണം. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മോൻ ഈ പാട്ടിനെ ഉയർത്തി. നല്ലൊരു, ഇത് എഴുതിയ ആരാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അത് എഴുതിയത് ആ ആൾ ഉദ്ദേശിച്ചേക്കാൾ മറ്റൊരു തരത്തിലേക്കാണ് മോനിത് പാടിയത്. കേട്ടോ, താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു ഫൈസൽ സർ. ഫൈസേ, ചേച്ചി. എനിക്ക് വയ്യ, ഇത്ര നല്ല കമൻസ്. എന്താ പറയുക, ആ ഒരു പാട്ടിനോട് നീതി പുലർത്താൻ ഫൈസിന് കഴിഞ്ഞു എന്ന് പറയണം അല്ലേ. ഇനി ചെറിയൊരു ഇത് മാത്രം, ബേസ് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് ആ ബേസ് സോങ്സ് വരുമ്പം കുറച്ചും കൂടി നല്ലോണം പാടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത്ര നല്ല കമൻസ് കേട്ടതല്ല അല്ലേ, നല്ല മാർക്ക് കേൾക്കട്ടെ. അപ്പോൾ ചോദിച്ചു നോക്കാം ഷാൻസാറിൻ്റെ അടുത്ത് തന്നെ, 30-ൽ എത്ര മാർക്കാണ് കൊടുക്കുന്നത് ഫൈസിന്? ഫൈസിന് ഇപ്പോൾ ഏതാണ്ട് ഒരു സ്റ്റാർ ഉറപ്പായിട്ടുണ്ട്. 27 out of 30. താങ്ക് യു സർ. ഔട്ട് ഓഫ് 30, 27 മാർക്സ് ആണ് ഷാൻസാർ നൽകിയിരിക്കുന്നത്. താങ്ക് യു സർ. സിബില മാം? ഫൈസിന് 27 മാർക്സ്. താങ്ക് യു മാം. ഔട്ട് ഓഫ് 30, 27 മാർക്സ്. താങ്ക് യു സിബില മാം. ഞാനും 27. ഔട്ട് ഓഫ് 30, 27 മാർക്സ് തന്നെയാണ് ഫൈസൽ സാറും നൽകിയിരിക്കുന്നത്. സോ ഈ ഫസ്റ്റ് റൗണ്ടിൽ അല്ലേ, മെലഡിയിൽ ഫൈസിന് സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഔട്ട് ഓഫ് 90, 81 മാർക്ക്. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോൾ ഏകദേശം ഒരു സ്റ്റാർ ഉറപ്പായി എന്നൊക്കെ നമ്മുടെ ഷാൻ സാറ് പറഞ്ഞു. ഇനി നമുക്ക് ഒരു സോങ്ങും കൂടി ഉണ്ട് അല്ലേ, ഫസ്റ്റ് സോങ്. അപ്പം അതും നല്ലോണം പ്രാക്ടീസ് ചെയ്ത് ഇതേപോലെ ഇതിലും നല്ല കമൻസ് കേൾപ്പിക്കുക.